പൊന്മാൻ, ദാവീദ് എന്നീ സിനിമകളിലൂടെ. ഈ വർഷം തുടക്കത്തിലെ തന്റെ പേരിലേക്ക് അഭിനേത്രി എന്ന നിലയിൽ ലിജോ മോൾ ചേർത്ത് വെച്ച് കഴിഞ്ഞു. പൊന്മാൻ OTT റിലീസിന് ശേഷം ബേസിലിന്റെ അജേഷിനോടൊപ്പം ലിജോ മോളുടെ സ്റ്റെഫിക്കും കൂടുതൽ കൈഡികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളും വൈരുദ്ധ്യങ്ങളും സഹാനുഭൂതിയും പേടിയും നിസ്സഹായതയും ചെറുത്തു നിൽപ്പുമെല്ലാം കൺവേ ചെയ്യുന്നതായി പൊന്മാനിലെ ഇവരുടെ അഭിനയം. അവസാനത്തോടടുത്ത ചില രംഗങ്ങൾ മതി ടാലന്റ് വ്യക്തമാവാൻ. ദേഷ്യം, അനുഭാവം, സ്നേഹമെല്ലാം മാറി മറിഞ്ഞ് പ്രേക്ഷകരിൽ സൃഷ്ടിക്കാൻ ഇവരുടെ ഭാവപകർച്ചകൾ മുതൽക്കൂട്ടായി. തിയേറ്ററിൽ അജേഷിനോടുള്ള സ്റ്റെഫിയുടെ പെരുമാറ്റത്തിൽ ഇന്റർവെല്ലിനോടടുത്ത് നെറ്റിച്ചുളിച്ച കാണികൾ തന്നെ അവസാനത്തേക്ക് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചതും അങ്ങനെയാണ്. ദാവീദിൽ എത്തുമ്പോൾ വ്യത്യസ്തമായ മറ്റൊരു പക്വതയാർന്ന ഭാര്യ കഥാപാത്രമായി. അഭിനയം കൊണ്ട് ആ സിനിമയിലും ഫാനാക്കിക്കളഞ്ഞത് എഴുതിയിരുന്നു. കുടുംബഭാരം പേറുകയും ഭർത്താവിന്റെ പോരിൽ കട്ടക്ക് പിന്തുണക്കുകയും നിറമില്ലാത്ത ജീവിതത്തെ ബഹുവർണ്ണമാക്കുകയും ചെയ്യുന്ന ഷെറിൻ എന്ന കഥാപാത്രം. മടി പറഞ്ഞിരിക്കുന്ന രാജയുടെ പൊരുതിക്കുഴഞ്ഞ റാണി യായി. ലിജോ മോളുടെയും പെപ്പയുടെയും കെമിസ്ട്രി രസകരമായി. ഇക്കൊല്ലം അതിനിടയിൽ നേരത്തെ ചലച്ചിത്രമേളകളിലും പ്രദർശിപ്പിച്ച കാതൽ എന്തു പൊതു ഉടമൈ എന്ന തമിഴ് സിനിമയും നിരൂപക ശ്രദ്ധ നേടി. കഥാപാത്രം ആവശ്യപ്പെടുന്ന മീറ്ററിൽ ഇവരുടെ അയം കാതലനി ലേ റോളും കഴിഞ്ഞ വർഷം സ്വാഭാവികമായി അഭിനയിച്ചിറങ്ങി. അതിനു മുന്നേ നടന്ന സംഭവം സിനിമയിലെ സുരാജിന്റെ ടോക്സിക് ഭർത്താവിനും ബിജു മേനോന്റെ സൗഹൃദത്തിനുമിടയിലെ വേഷവും ഗംഭീരമാക്കിയ ലിജോ മോളുടേതായി നായികമാരുന്നായി. ഹെയർ എന്ന ആന്തോളജി സിനിമയും കഴിഞ്ഞ വർഷം വന്നു. മഹേഷിന്റെ പ്രതികാരത്തിലൂടെ വരവറിയിച്ച ശിവപ്പും മഞ്ഞൾ പച്ചയിലൂടെ തമിഴകത്തും തിളങ്ങിത്തുടങ്ങിയ ലിജോ മോൾക്ക് ജയ് ഭീമിലെ ദേശീയ ശ്രദ്ധയാകർഷിച്ച കഥാപാത്രത്തിനു ശേഷം ഇത്രയധികം അപ്രിഷിയേഷനുകൾ ലഭിക്കുന്നത് ഇപ്പോൾ മാത്രമാവും. പൊന്മാനിലെ കഥാപാത്രത്തിനായി ശരീരഭാഷയും സംസാരവുമെല്ലാം ആഴ്ചകൾ പ്രാദേശികമായി കൂടെ താമസിച്ച് പഠിച്ച ലിജോ മോൾ ജയ് ഭീമിലെ സംഗിനിയാവാൻ ഇരുള വിഭാഗത്തിനൊപ്പം പരിശീലനത്തിലേർപ്പെടുകയും വിഷചികിത്സ പഠിക്കുകയും എലിയെ വേട്ടയാടി ഭക്ഷിക്കുകയും എല്ലാം ചെയ്തത് അഭിമുഖത്തിൽ പറഞ്ഞത് വായിച്ചു. കഴിവിനൊപ്പം കഥാപാത്രത്തിനായി നല്ല എഫേർട്ട് എടുക്കുകയും ചെയ്യുന്ന അഭിനേത്രികളിൽ ഒരാൾ. കൂടുതൽ അംഗീകാരങ്ങളും വിജയങ്ങളും ലഭിക്കട്ടെ. അടുത്ത സിനിമക്കായി കാത്തിരിക്കുന്നു.